ഞാൻ പറയണമെന്നുള്ളത് പറഞ്ഞിരിക്കും. ഞാൻ പറയുന്നത് പറഞ്ഞിരിക്കും. കേൾക്കാൻ സൗകര്യമുള്ള കേട്ടാ മതി. എനിക്കൊരു നിർബന്ധമില്ല ഇത് കേൾക്കണമെന്ന്. ഇത് കേൾക്കണമെന്ന് നിർബന്ധമില്ല, ഇത് റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങളവിടെ ഇരിക്കും. അതാണ് ശ്രീ ദേവഗൌഡാജി എന്നോട് പറഞ്ഞത്. നിങ്ങളുടെ നാട്ടില് എന്തുതരം ജനങ്ങളാണ്, എന്തുതരം ഭരണമാണ്, എന്തുതരം അഡ്മിനിസ്ട്രേഷനാണ്. 130 വർഷം പഴക്കമുള്ള ഡാം നിങ്ങൾ തലയ്ക്ക് മേലെ വെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആൾക്കാർ ആരാണെന്നാണ് മുൻ പ്രധാനമന്ത്രി ദേവഗൌഡാജി എന്നോട് ചോദിച്ചത്. എല്ലൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എല്ല് ഹൃദയത്തിൽ തുളച്ചു കയറിയ അപ്പൊ തന്നെ തീരും. അദ്ദേഹം ജീവിക്കേണ്ടവനാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് അറിവുള്ള ഒരാളും ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിൽ ഇല്ല. ഞാൻ ഗഹനമായ ഒരു നിയമവും സുപ്രീം കോടതി പറയുന്നില്ല. ഞാൻ പറയുന്നത് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കണം, അത് എന്ന് പൊളിച്ചു കളയും എന്ന തീയതി പറയണം. ലോകത്ത് ഇങ്ങനെ ജഡ്ജസിനെ കമ്മിറ്റി ചെയർമാനായിട്ടും മെമ്പേഴ്സായിട്ടും വെക്കുന്ന വിഡ്ഢികളുടെ രാജ്യം ഇന്ത്യ മാത്രം. കേരളത്തിൽ ഒരു ഭരണകൂടമില്ല സുഹൃത്തുക്കളെ. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കേരളത്തിൽ നമ്മളെ സംരക്ഷിക്കാനായിട്ട് ഒരു ഭരണകൂടമില്ല. ഇതൊരു ജനങ്ങളുടെ ഒരു പ്രക്ഷോഭമാണ്. ഇതിന് ആരൊക്കെ ബാക്കപ്പ് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്നത്തെ ഈ കൺവെൻഷൻ അത് ലൈവായിട്ട് കൊടുക്കാനായിട്ടൊരു മീഡിയ വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ ആ സേവനം നമ്മൾ കുറച്ച് കാണാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ സഹായിക്കുന്ന ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ആ ചാനലിനെ നമ്മളും തിരിച്ച് സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അത് മലനാട് TV ആണ്. ഒരു കുറിപ്പുണ്ട്, ഞാൻ ആ വായിക്കായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഈ മഹാസംഗമം ഇപ്പോൾ ആദ്യ ജീവകാരുണ്യം വാർത്താ മാധ്യമം മലനാട് TV ഇന്ത്യ തത്സമയം സംപ്രേഷണം ചെയ്യുന്നുണ്ട്. ഇന്ത്യയൊട്ടാകെ ജിയോ TVയിൽ 10:52 നമ്പറിൽ, കേരളമൊട്ടാകെ എക്സ്ട്രാ ഡിജിറ്റൽ എന്ന കേബിൾ ശൃംഖലയിൽ സെറ്റപ്പ് ബോക്സ് നമ്പർ 16ലും ഈ സംപ്രേഷണം ലഭ്യമാണ്. ലോകമെങ്ങും MNTV ന്യൂസ് മലയാളം എന്ന യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ തത്സമയം സബ്സ്ക്രൈബ് ചെയ്ത് കാണാവുന്നതാണ്. മലനാട് TVയോടൊപ്പം മറ്റു വാർത്താ ചാനലുണ്ട്. അവരെല്ലാം വോളണ്ടറി ആയിട്ട് വന്നതാണ്. ഇവിടുത്തെ പ്രമുഖ ചാനലുകൾ പലതും ജനങ്ങളുടെ ഈ ജീവൽ പ്രശ്നം ജനങ്ങളെ അറിയിക്കാൻ, ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങളെ അറിയിക്കാൻ വിമുഖത കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മോടൊപ്പം വന്ന മറ്റു ചാനലുകളെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ ഇന്ന് സുപ്രീം കോടതിയിലേക്ക് പോകാം. അപ്പോൾ എനിക്ക് അധികം സമയം ഇവിടെ ഇല്ല. അപ്പം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാം എന്ന് വിചാരിക്കുകയാണ്. പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മുല്ലപ്പെരിയാർ ഡാം ഒരു വിദഗ്ധ സമിതി പരിശോധിച്ചിട്ടില്ല നാളിതുവരെ. 60 വർഷമായിട്ട് മുല്ലപ്പെരിയാർ ഡാം ഒരു വിദഗ്ധ സമിതി പരിശോധിച്ചിട്ടില്ല. ഇനി അഥവാ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ വന്നിട്ടില്ല. പിന്നെ ഇന്ത്യയിൽ ഇല്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞിരിക്കണം. നമ്മൾ ചൊവ്വയിലേക്ക് റോക്കറ്റ് വിട്ട്, അല്ലെങ്കിൽ വേറെ എങ്ങോടെങ്കിലൊക്കെ റോക്കറ്റ് വിട്ടു എന്ന് പറഞ്ഞ് ഞെളിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് സയൻസ്, അങ്ങനെ ഒരു സയൻസ് പഠിപ്പിക്കുന്ന ഒരു സംഭവം, ഒരു യൂണിവേഴ്സിറ്റി, ഒരു കോളേജ് ഇവിടെ ഇല്ല. അപ്പൊ എങ്ങനെയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ദൈവത്തിനറിയാം എന്നേ പറയാൻ കഴിയും. ഇപ്പോ ഒരു ഡാം ഡിസാസ്റ്ററിൽ പെട്ട് ഒരു മനുഷ്യൻ നിലത്ത് വീണ് കിടക്കാണ്. അദ്ദേഹത്തിന്റെ ശരീരമെല്ലാം ചതഞ്ഞു. നമ്മൾ എന്താ ചെയ്യണേന്നറിയോ? ഓടിച്ചൊന്ന് വാരി കൂട്ടിയെടുത്ത് ഒരു സ്ട്രെച്ചറിൽ വെച്ച് അപ്പൊ തന്നെ തീരും. കാരണം എല്ലൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എല്ല് ഹൃദയത്തിൽ തുളച്ചു കയറിയ അപ്പൊ തന്നെ തീരും. അദ്ദേഹം ജീവിക്കേണ്ടവനാണ്. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണമെന്ന് അറിവുള്ള ഒരാളും ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിൽ ഇല്ല.
അപ്പൊ ഇത് നമുക്കും വരാം നാളെ. ഇന്ന് മുണ്ടക്കൈയിലുള്ളവർക്കാ വന്നെങ്കിൽ നാളെ നമുക്കും വരാം. അപ്പൊ അങ്ങനെ ഒരു സയൻസ് ഇവിടെ ഇല്ല. ഡാം എഞ്ചിനീയറിംഗ് ഉണ്ടോ? ഡാം എഞ്ചിനീയറിംഗ് ഇല്ല. ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആളുകൾ വിചാരിച്ചിരിക്കുന്നത് സിവിൽ എഞ്ചിനീയറിംഗ് ആണെന്നാണ്. ഡാം എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് സീസ്മോളജിസ്റ്റുകൾ വേണം, ഭൗമ ശാസ്ത്രജ്ഞർ വേണം, ഹൈഡ്രോളജിസ്റ്റുകൾ വേണം, ജലത്തെക്കുറിച്ച് പഠിച്ച വെള്ളത്തിന്റെ പ്രഷറൊക്കെ മനസ്സിലാക്കിയ ഹൈഡ്രോളജിസ്റ്റുകൾ വേണം, സിവിൽ എഞ്ചിനീയേഴ്സും വേണം, വേറെ ശാസ്ത്രശാഖകൾ പഠിച്ച ആളുകളുടെ ഒരു ടീം വേണം. ഇതില്ല. ഇത് മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ സുപ്രീം കോടതിയിൽ നിയമം പറയാൻ പോകാതിരുന്നത്. ഞാൻ ഗഹനമായ ഒരു നിയമവും സുപ്രീം കോടതി പറയുന്നില്ല. ഞാൻ പറയുന്നത് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കണം, അത് എന്ന് പൊളിച്ചു കളയും എന്ന് തീയതി പറയണം. ഇനിയിപ്പോ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് പറയാണ് ഈ ഡാം 999 വർഷം കഴിഞ്ഞ് പൊളിച്ചാൽ മതി എന്ന് പറഞ്ഞ നിന്നോട്ടെ. കാരണം ലോകത്തിലെ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള ആൾക്കാരെ പറയണേ നമുക്ക് വിശ്വസിക്കാം. ഇത് ജസ്റ്റിസ് KT തോമസ് പറയുന്നതല്ല, ഒരു ലോയറാണ് അദ്ദേഹം, പിന്നെ ജഡ്ജായിരിക്കും. അദ്ദേഹം പറയുന്നതല്ല. ജസ്റ്റിസ് ശ്രീ ആനന്ദ് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആള് പറയുന്നതും അല്ല. ജസ്റ്റിസ് ശ്രീ AR ലക്ഷ്മണൻ, ഇവരൊക്കെയാണ് കമ്മിറ്റിയിലുള്ളത് കേട്ടോ. ലോകത്ത് ഇങ്ങനെ ജഡ്ജസിനെ കമ്മിറ്റി ചെയർമാനായിട്ടും മെമ്പേഴ്സായിട്ടും വെക്കുന്ന വിഡ്ഢികളുടെ രാജ്യം ഇന്ത്യ മാത്രമേ ഉള്ളൂ. ലോകത്താരും ഇത് ചെയ്യില്ല. അപ്പോ ഇവരൊക്കെ പറയുന്നത് കേട്ട് നമ്മൾ വിശ്വസിച്ച് വലിയ പണ്ഡിതന്മാരാന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മൾ. അതാണ് നമ്മുടെ പ്രശ്നം. അപ്പം ലോകത്ത് എന്തും എത്ര നാൾ റിലയബിൾ ആണ് എന്ന് പറയേണ്ടത് റിലയബിലിറ്റി സയൻസും റിലയബിലിറ്റി സയന്റിസ്റ്റുമാണ്. നമുക്ക് അന്യമാണ് ഈ കാര്യം, നമുക്ക് അറിയില്ല. ഞാൻ തന്നെ വലിയ ഗവേഷണം നടത്തി കണ്ടുപിടിച്ചതാണ്. അപ്പൊ ഞാൻ റിലയബിലിറ്റി സയൻസ് എന്ന് പറയുമ്പോൾ ആർക്കും മനസ്സിലാവുന്നില്ല. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അതാണ് ഇപ്പൊ ഞാൻ പറയാൻ കാരണം. റിലയബിലിറ്റി സയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ മുമ്പിൽ കുറെ ക്യാമറകളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് എത്ര നാൾ റിലയബിൾ ആണ് എന്ന് പറയേണ്ടത് അവരാണ്, അതോറിറ്റി ഉള്ളവർ. ആർക്കും പറയാം, അതോറിറ്റി ഉള്ളവർ അവരാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ എത്ര നാൾ റിലയബിൾ ആണ് എന്ന് പറയേണ്ടത് അവരാണ്. റിലയബിൾ എന്ന് വെച്ചാൽ നമ്മൾ എത്ര നാൾ ഇതിനെ ആശ്രയിക്കാം എന്നുള്ളത്. നമ്മുടെ നിങ്ങൾ വന്നിരിക്കുന്ന കാറ് എത്ര നാൾ റിലയബിൾ ആണ്? എത്ര നാൾ? 15 ആണെങ്കിൽ 15, 20 ആണെങ്കിൽ 25. ആ പീരീഡ് കഴിഞ്ഞാൽ കാർ എടുത്ത് മാറ്റണം റോഡിൽ നിന്ന് കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ നിന്നും എടുത്ത് മാറ്റണം. അപ്പൊ നമ്മള് ഫ്രാൻസിൽ നിന്ന് റാഫേൽ എയർക്രാഫ്റ്റ് മേടിച്ചിട്ടുണ്ട്, ഇന്ത്യൻ എയർഫോഴ്സ്. അത് എത്ര നാൾ ഇന്ത്യൻ എയർഫോഴ്സിൽ റിലയബിൾ ആണ്? ടാങ്ക് പോലും എത്ര നാൾ റിലയബിൾ ആണ്? നമുക്ക് അറിയാം, നിങ്ങൾക്ക് അറിയാവുന്ന എനിക്ക് അറിഞ്ഞൂടാ. ഒരു ടാങ്ക് അതിന്റെ നിർമ്മിച്ച ആ കമ്പനി ഉണ്ടല്ലോ, ആ കമ്പനി 10 വർഷമാണ് അതിന്റെ ലൈഫ് പ്രഖ്യാപിച്ചതെങ്കിൽ ആ ടാങ്ക് 10 വർഷം കഴിയുന്ന വെറി മൊമെന്റിൽ ഇന്ത്യൻ ആർമിയിൽ നിന്ന് എടുത്തു മാറ്റും. ആലോചിച്ച് നോക്കി, ഒരു ടാങ്കിനെ നിങ്ങൾ സങ്കല്പിക്കുക, എന്ത് കേടുവരാനാണ്? 10 വർഷം കൊണ്ട് പെയിന്റ് പോലും പോകത്തില്ല. പക്ഷേ ആ എക്സ്പയറി ഡേറ്റ്, ദ വെറി ഡേ, അത് ഇന്ത്യൻ ആർമിയിൽ നിന്ന് എടുത്തു മാറ്റും. കാരണം എന്താ? രാജ്യസുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ല. ഇന്ത്യയുടെ ഭരണഘടന പറയുന്നു സിറ്റിസൺ ഈസ് സുപ്രീം. എന്നെ കേൾക്കുന്ന ഓരോ ആളുകളും മനസ്സിലാക്കുക, ഇന്ത്യയുടെ ഭരണഘടന പറയുന്നു നിങ്ങളാണ് സുപ്രീം. ഒരാളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യൻ ഭരണഘടന പറയുന്നു ഇന്ത്യയുടെ ആർമി വരും. ഒരാളുടെ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ആർമി വരും. എന്നിട്ടാണ് നമ്മൾ തമിഴ്നാട്ടിൽ കിടന്ന് അടികൊണ്ടത്, നമ്മുടെ സ്ഥാപനങ്ങൾ തമിഴ്നാട്ടിൽ ആക്രമിക്കപ്പെട്ടത്, അതിർത്തി കടന്നു വന്ന് കേരളത്തിലെ മക്കളെ തല്ലിച്ചതച്ചുകൊണ്ട് പോയത്. കേരളത്തിൽ ഒരു ഭരണകൂടം ഇല്ല സുഹൃത്തുക്കളെ. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കേരളത്തിൽ നമ്മളെ സംരക്ഷിക്കാനായിട്ട് ഒരു ഭരണകൂടം ഇല്ല. അതുകൊണ്ടാണ് ഈ മണ്ണ് കടന്നു വന്ന് ഈ നാട്ടിലെ ജനങ്ങളെ തല്ലിച്ചതയ്ക്കാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് രക്ഷയില്ല. നാളെ കുറെ ആളുകൾ വന്ന ഇവിടെ നമ്മളെയൊക്കെ തല്ലിച്ചതച്ചാൽ ഇവിടുത്തെ മുഖ്യമന്ത്രി ഒരിക്കലും ആർമിയെ വിളിക്കില്ല. നമ്മുടെ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടായാൽ ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞതുപോലെ നീ ഇത് പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ പേര് പറയുന്നത്. നീ ഇത് പറഞ്ഞുകൊണ്ട് നടക്കരുത്. നമ്മുടെ ആളുകള് തമിഴ്നാട്ടിൽ ആക്രമിക്കപ്പെടുന്നു.
ആക്രമിക്കപ്പെട്ടു പല പ്രാവശ്യം. അതിർത്തി കയറി വന്നും ആക്രമിച്ചു. അതുകൊണ്ട് നീ നിർത്തിക്കോ. ഞാൻ അദ്ദേഹത്തോട് കുറച്ചു നേരം നിശബ്ദനായിട്ട് ഞാൻ ഇരുന്നിട്ട് ചോദിച്ചു, അന്ന് ആരായിരുന്നു മുഖ്യമന്ത്രി? അത് അദ്ദേഹം പറഞ്ഞു, ഞാനാണ്. ഒരു കഥ പറയാമോ? ഒരു ഇൻസിഡന്റ് പറയാമോ മലയാളി ആക്രമിക്കപ്പെട്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, തമിഴ്നാട്ടിൽ കേരളത്തിൽ കടം കയറി മുടിഞ്ഞ്, നമുക്കൊക്കെ ആ പ്രശ്നങ്ങൾ പലർക്കും ഉണ്ട്, കടം കയറി മുടിഞ്ഞ് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് എല്ലാം വിറ്റുപിറക്കി തമിഴ്നാട്ടിൽ പോയി കുറച്ച് സ്ഥലം മേടിച്ചു, 300 തെങ്ങുകൾ വെച്ചു, ഒരു ചായക്കടയും തുടങ്ങി. ആ തെങ്ങുകൾ കായ്ക്കുന്ന സമയമായി, ചൊട്ടയിടുന്നു എന്ന് നമ്മൾ പറയും, ചൊട്ടയിടുന്ന സമയമായി. കൃഷിക്കാരന്റെ മനസ്സിൽ പൂത്തിരി കത്ത് അല്ലെ? മലയപ്പുലയന്റെ വാഴയുടെ കഥ നിങ്ങൾ കവിതാ രൂപത്തിൽ വായിച്ചിട്ടുണ്ട്. ആ വാഴയുടെ ഓരോ ഇല വരുമ്പോഴും മലയപ്പുലയനും കുട്ടികളും പോയി നോക്കും സന്തോഷത്തോടെ. ഒരു ദിവസം ഈ മുല്ലപ്പെരിയാർ വിഷയം കൊടുമ്പിരിക്കൊണ്ട ഒരു ദിവസം ആ 300 തെങ്ങുകളും വെട്ടിയിട്ടിട്ട് പോയി, മുറിച്ചിട്ടിട്ട് പോയി, ചായക്കട തല്ലിപ്പൊളിച്ചു. അവിടെ പരാജയപ്പെട്ടത്, ഞാൻ ചോദിച്ചു അന്ന് ആരാ മുഖ്യമന്ത്രി എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് ഞാനാണ്. അവിടെ പരാജയപ്പെട്ടത് ഇന്ത്യയുടെ റൂൾ ഓഫ് ലോ ആണ്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ഞാനായിരുന്നു, നിങ്ങൾ സപ്പോസ് ചെയ്താൽ മതി കേട്ടോ, സങ്കല്പിച്ചാൽ മതി, ഞാനാണ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ സ്ഥാനത്ത് മുഖ്യമന്ത്രി ആയിരുന്നുവെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? ആ മനുഷ്യന്റെ ആ 300 തെങ്ങിന്, ഒരു തെങ്ങ് 100-120 വർഷം ജീവിച്ചിരിക്കും, ഒരു 50 വർഷം കണക്കാക്കുക. ഞാൻ പറയണമെന്നുള്ളത് പറഞ്ഞിരിക്കും, ഞാൻ പറയുന്നത് പറഞ്ഞിരിക്കും. കേൾക്കാൻ സൗകര്യമുള്ള കേട്ടാ മതി. എനിക്കൊരു നിർബന്ധമില്ല ഇത് കേൾക്കണമെന്ന്. ഇത് കേൾക്കണമെന്ന് നിർബന്ധമില്ല, ഇത് റിപ്പോർട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ അവിടെ ഇരിക്കും, അല്ലെങ്കിൽ ഇറങ്ങിപ്പോ, അത്രേ ഉള്ളൂ. അന്ന് ഞാനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ, തളപ്പിച്ച് തന്നെ പറയാം, ഞാനായിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ ആ മനുഷ്യന് ഒരു 50 വർഷത്തെയെങ്കിലും ആദായം ഓരോ തെങ്ങിനും കണക്കാക്കിയിട്ട് 50 വർഷത്തെ ആദായമെങ്കിലും ആ മനുഷ്യന് ഞാൻ മേടിച്ചു കൊടുക്കും. അത് കൊടുക്കാനായിട്ട് തമിഴ്നാട് മുഖ്യമന്ത്രി സന്നദ്ധനാവും. അത്തരമൊരു കോൺസ്റ്റിറ്റ്യൂഷനാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അംബേദ്കർ ജി ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. നിങ്ങൾ അറിയണം, തിരിച്ചറിയണം. നിങ്ങൾക്ക് അറിവല്ല വേണ്ടത്, തിരിച്ചറിവാണ്. മനസ്സിലായോ? പിന്നെ അതുകൊണ്ട് തീരുവോ? അതുകൊണ്ട് തീരുവോ? ആ മനുഷ്യന്റെ ചായക്കട തല്ലിപ്പൊളിക്കാൻ ഇവന്മാര് പണിത് കൊടുത്തേക്കണ ചായക്കടയാണ്. ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് ഓരോ പൈസയും കൂട്ടി വെച്ച് ചായക്കട ഉണ്ടാക്കി ജീവിക്കാൻ വേണ്ടിയാണ് ആ ചായക്കട തല്ലിപ്പൊളിച്ചവനെയൊക്കെ പ്രോസിക്യൂട്ട് ചെയ്ത് തുറുങ്കിലടച്ചിരിക്കും. മലയാളിയെ തൊടാനായിട്ട് ലോകത്തിലൊരുത്തരും ധൈര്യപ്പെടാത്ത അവസ്ഥ ഞാൻ കാണിച്ചു കൊടുത്തു. അതാണ് ശ്രീ ദേവഗൌഡാജി എന്നോട് പറഞ്ഞത്. നിങ്ങളുടെ നാട്ടില് എന്തുതരം ജനങ്ങളാണ്, എന്തുതരം ഭരണമാണ്, എന്തുതരം അഡ്മിനിസ്ട്രേഷൻ ആണ്. 130 വർഷം പഴക്കമുള്ള ഡാം നിങ്ങൾ തലയ്ക്ക് മേലെ വെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ആൾക്കാർ ആരാണെന്നാണ് മുൻ പ്രധാനമന്ത്രി ദേവഗൌഡാജി എന്നോട് ചോദിച്ചത്. അപ്പോ ഞാൻ ഇച്ചിരി അങ്ങ് ടെസ്റ്റ് ചെയ്തു പോയി. ഞാൻ റിലയബിലിറ്റി സൈൻ അത് മാത്രം പറയാനാ വന്നത്, പക്ഷെ പറഞ്ഞു വന്നപ്പോ കുറച്ച് മാറിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം റിലയബിലിറ്റി സയന്റിസ്റ്റുകളാണ് പറയേണ്ടത് ഒരു ഡാം സ്ട്രക്ചർ, ഒരു സിമന്റ് സ്ട്രക്ചർ എത്ര നാൾ നിൽക്കും എന്ന്. അപ്പൊ ഞാൻ സുപ്രീം കോടതിയിൽ പറഞ്ഞത്, മുല്ലപ്പെരിയാർ ഡാം റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ പരിശോധിക്കണം. അത് എന്ന് ഡീകമ്മീഷൻ ചെയ്യും എന്നുള്ളത് അവർ പറയണം. ഇതാണ് എന്റെ പ്രയർ. ഇതില് എന്ത് നിയമപ്രശ്നമുണ്ട്? നമ്മുടെ ഡാം അത് അധികാരപ്പെട്ടവൻ, ചുമതലപ്പെട്ടവൻ, അറിവുള്ളവൻ വന്ന് പരിശോധിച്ച് എന്ന് വരെ നിൽക്കും ഈ ഡാം എന്ന് പറയണ. ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് ഓഫ് മുല്ലപ്പെരിയാർ ഡാം. അത്രേ ഉള്ളൂ. അവിടെ നിങ്ങൾ ചിന്തിക്കുക, കേരള സർക്കാർ എന്താ പറയേണ്ടത്? കേരള സർക്കാരിന് റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിൽ വിരോധമില്ല.
അതിന്റെ ചെലവ് കേരള സർക്കാർ വഹിച്ചോളാം. രണ്ട് സെന്റൻസ് പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഒരു അഫിഡവിറ്റ് സമർപ്പിച്ചാൽ കേസ് തീർന്നു. ഒറ്റ ദിവസം കൊണ്ട് കേസ് തീരും. ഇന്ന് ഈ ഞാൻ നിൽക്കുന്ന ഈ നിമിഷത്തിൽ കേരള സർക്കാർ സുപ്രീം കോടതിയിൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല, അതിന്റെ നെസസറി എക്സ്പെൻസ് ഗവൺമെന്റ് ഓഫ് കേരള ബെയർ ചെയ്യുന്നതായിരിക്കും എന്ന് പറഞ്ഞ് സാറൊക്കെ ഇരിക്കുന്ന അഡ്വക്കേറ്റ്സ് ആണ്. അപ്പൊ അങ്ങനെ പറഞ്ഞാല് സാറേ, അങ്ങനെ പറഞ്ഞ ഒരു അഫിഡവിറ്റ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചാൽ നാളെ തീരും കേസ്, നാളെ തീരും. സുപ്രീം കോടതി വേണ്ടാന്ന് പറയോ? ലോകത്തിലെ റിനൗണ്ട് സയന്റിസ്റ്റുകൾ വന്ന് മുല്ലപ്പെരിയാർ ഡാം പരിശോധിച്ച് അതിന്റെ ഡേറ്റ് ഓഫ് ഡീകമ്മീഷനിങ് പറയണമെന്നുള്ളത് കേരള സർക്കാർ പറയാണ് ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് പറഞ്ഞാല് പിന്നെ സുപ്രീം കോടതിക്ക് വിരോധം ഉണ്ടാവുമോ? ഉത്തരവ് വരില്ലേ? മുല്ലപ്പെരിയാർ ഡാം ഇന്റർനാഷണൽ റിലയബിലിറ്റി സയന്റിസ്റ്റുകൾ പരിശോധിക്കണമെന്ന്. ഇതിന്റെ ഇടയിൽ ഒരു ഐഡിയ ഉണ്ട്. കാരണം റിലയബിലിറ്റി സയൻസ് പ്രകാരം ഒരു ഡാമിന്റെ മാക്സിമം ആയുസ് 40 years ആണ്. അതുകൊണ്ട് അവർക്ക് മറുത്തു പറയാൻ പറ്റില്ല. അവർ ഡാം എക്സാമൈൻ ചെയ്യേണ്ടതായി പോലും ഇല്ല. 40 വർഷം കഴിഞ്ഞതുകൊണ്ട് 130 വർഷമായതുകൊണ്ട് ഇത് ഡീകമ്മീഷൻ ചെയ്യാൻ പറയും. അപ്പൊ അതാണ് എന്റെ പ്രതീക്ഷ. അപ്പോ കേരള സർക്കാർ പറഞ്ഞിട്ടില്ല. കേന്ദ്ര സർക്കാരാണ്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ് ഒന്നാം എതിർകക്ഷി, അദ്ദേഹവും പറഞ്ഞിട്ടില്ല. അപ്പം ഇവിടെ MP-മാരുണ്ട്, MLA-മാരുണ്ട്, ഇവരൊന്നും നിയമസഭയിലോ ലോകസഭയിലോ ഇതൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. എല്ലാവർക്കും ഞാൻ രജിസ്റ്റേർഡ് ലെറ്റർ അയച്ചിട്ടുണ്ട്, നേരിൽ കണ്ട് പറയാവുന്നവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആരും ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒരു അഭ്യർത്ഥനയുണ്ട്, അതുകൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങളുടെ വീടിന്റെ മുമ്പിൽ ഒരു 100 രൂപ മുടക്കി ഒരു വെള്ളത്തുണി വലിച്ചു കെട്ടുക, അതിലെഴുതുക കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ മുല്ലപ്പെരിയാർ കേസിൽ സുപ്രീം കോടതിയിലുള്ള മുല്ലപ്പെരിയാർ കേസിനെ പിന്തുണയ്ക്കുക. അത്രയും ചെയ്താൽ മതി. അത്രയും ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും എല്ലായിടത്തും ഇത് പരക്കട്ടെ. ഇത് ആദ്യം അറിയണം. മുല്ലപ്പെരിയാർ കേസിൽ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ പെറ്റീഷനെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളത് ജനങ്ങൾ അറിയണം. പിന്തുണയ്ക്കണമെന്ന് ജനങ്ങൾ തന്നെ ആവശ്യപ്പെടണം. അത് നിങ്ങൾക്ക് തരാണ്, നിങ്ങളുടെ മിഷനാണ് അത്. എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ തന്നെ നിലനിൽപ്പ്, നിങ്ങളുടെ തന്നെ മക്കളുടെ നിലനിൽപ്പ്, സഹോദരി സഹോദരന്മാരുടെ നിലനിൽപ്പ്, മാതാപിതാക്കളുടെ നിലനിൽപ്പ്, സർവോപരി ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ്, ഇവിടെയുള്ള കാണാവുന്നതും കാണപ്പെടാത്തതുമായ എല്ലാത്തിൻ്റെയും നിലനിൽപ്പ്. നമ്മുടെ 1 മിനിറ്റ്, നമുക്ക് നഷ്ടമുള്ളത് 1 മിനിറ്റാണ്. അപ്പൊ ഇന്ന് തന്നെ ഈ പവിത്രമായ ഗുരുദേവന്റെ ഈ മണ്ണിൽ നിന്ന് ഇത് എന്നോട് പ്രകാശൻ സാറ് പറഞ്ഞു, ഗുരുജി സമ്മതിച്ചു, ഇവിടെ ഇങ്ങനെ ഒരു കൺവെൻഷൻ നടത്താൻ സമ്മതിച്ചു, അതുകൊണ്ടാണ് ടാസ് ഹാളിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയത്. ഇത് ഇവിടുത്തെ ഇപ്പോഴത്തെ ഗുരുജി സമ്മതിച്ചത് മാത്രമല്ല, ഇത് ഗുരുദേവൻ സമ്മതിച്ചതാണ്. ഇത് ശ്രീനാരായണ ഗുരുദേവൻ സമ്മതിച്ചതാണ്. ഗുരു നമ്മുടെ കൂടെയുണ്ട്. കാരണം ഗുരു നടന്ന മണ്ണാണ്, ഗുരു കണ്ട പ്രകൃതിയാണ്. വാനമാണ്, വിഹായസാണ്, മലകളാണ്, കുന്നുകളാണ്, പാടങ്ങളാണ്, പുഴകളാണ്. നശിച്ചുകൂടാ. നമ്മുടെ കാലത്ത് നശിക്കാൻ നമ്മൾ സമ്മതിച്ചുകൂടാ. അപ്പൊ അതുകൊണ്ട് ഇത്രയും നിങ്ങൾ ചെയ്യുക. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അഡ്വക്കേറ്റ് റസൽ ജോയിയുടെ സുപ്രീം കോടതിയിലുള്ള കേസിനെ പിന്തുണയ്ക്കുക. അത് നിങ്ങളുടെ ഹാഷ്ടാഗ് ആകട്ടെ, നിങ്ങളുടെ മുദ്രാവാക്യമാകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ കൺവെൻഷനിലേക്ക് നിങ്ങൾ സ്വയം കടന്നു വന്നതല്ല. ഈ പ്രകൃതി, ഈശ്വരൻ നിങ്ങളെ അയച്ചതാണ്. ജമാൽ മാത്തർ സാഹിബെ, അള്ളാഹ് അയച്ചിട്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾ വന്നതല്ല. അപ്പൊ അതുകൊണ്ട് ഇത് ദൈവം അയച്ച ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്തമുണ്ട്. നിങ്ങളുടെ 1 മിനിറ്റ് നിങ്ങൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുക. നമ്മൾ ജയിക്കും.
ഇവിടെ ഞാനാണ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞു ഈ ഡാം തകരും, പ്രതിപക്ഷത്തുള്ളവർ പറഞ്ഞു ഈ ഡാം തകരും, പലരും പറഞ്ഞു ഈ ഡാം തകരും. തകരില്ല എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് റസൽ ജോയിയാണ്. കാരണം എന്താണെന്നറിയോ? ഞാൻ ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ ഡാം അവിടെ തന്നെ ഉണ്ടാവും, അവിടെ തന്നെ ഉണ്ടാവും. അവിടെ തന്നെ നിർത്തിക്കൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യും. അപ്പോ എല്ലാവർക്കും വിജയവും നന്മയും ആശംസിക്കുന്നു.